ഹായ് മുത്തുമണീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു വെപ്രാളം പിടിച്ചൊരു സമയത്തത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡിൽ വെച്ചേക്കട്ടെ. ഞാൻ ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തലഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് നൂൽപുട്ടാണ് കേട്ടോ. അത് നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ നൂൽപുട്ടും ഗ്രീൻ പീസും കൂടി ഉണ്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുതിയുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു അച്ച് എത്ര മാവ് ഇട്ടിട്ട് അടച്ചാലും അടയുമ്പോൾ അത് ഞാൻ തിരിക്കുമ്പോൾ അടപ്പ് തെറിച്ച് പോരലായിരിക്കും കേട്ടോ. അപ്പോൾ അതിന്മേലൊരു അഭ്യാസമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര അടക്കാൻ ശ്രമിച്ചാലും അത് അടയേയല്ല. അങ്ങനെ ഒരു കുറച്ച് ടൈം ആയിമ്പോൾ പോയി കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളിലെ ദിവസമായതുകൊണ്ട് കുട്ടികൾക്ക് ചോറും അതുപോലെ തന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ചായൻ്റെ കടി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട് വേഗം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിലെ സമയം അതുപോലെ തന്നെ രാവിലെ എത്ര എളുപ്പമല്ലേ നേരം പോവുക. ഞാനും അങ്ങനെ തന്നെ ഒരു ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോക്കിനാണ് സമയം എത്ര എളുപ്പം കൊണ്ടാവും എന്നറിയോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെക്കാമെന്ന് കരുതിയിട്ട് കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോനൊക്കെ എണീപ്പിക്കാനൊക്കെ ഉണ്ട്. മോള് മദ്രസക്കൊക്കെ പോയി, ഓളൊക്കെ വരാനായി തുടങ്ങി കേട്ടോ. അപ്പോക്കിന് ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം ചോറും പിന്നെ അതുപോലെ തന്നെ ഓനെ എണീപ്പിച്ചുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ആദ്യം തന്നെ രാവിലെ ഞാൻ ഇതേപോലെ മോളെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം പിന്നെ വേഗം ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാട്ടോ ചെയ്യൽ. എന്നിട്ട് വേഗം ചോറ് ഇതേപോലെ കുക്കറിലാക്കി വെക്കും. പിന്നെ അധികം കറികളും കാര്യങ്ങളൊന്നും മോന് ഇഷ്ടമല്ല കേട്ടോ. ഓനങ്ങനെ കറികളൊന്നും കൂട്ടുന്ന ടൈപ്പല്ല. ഓന് ഇതേപോലെ പൊട്ടാറ്റോ ഫ്രൈയോ എഗ്ഗ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. കറികളൊന്നും അവന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് ചോറ് റെഡിയായി കേട്ടോ. ഒരു വിസിലടിച്ചതിൻ്റെ ശേഷം ഞാൻ ഓഫാക്കിയിട്ടതാട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പി വെച്ചിട്ടാണ് കേട്ടോ ചോറ് വാർത്തെടുക്കൽ. ഇങ്ങനെ ആകുമ്പോൾ വെള്ളം വേഗം വാർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ചോറൊക്കെ അവിടെ വെള്ളമൊക്കെ ശരിക്കും പോയി വരുമ്പോക്കിന് ലാസ്റ്റത്തെ നൂൽപുട്ട് ഞാൻ ഇതേപോലെ തിരിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പാത്രം എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി പിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തുള്ളി മാവും കൂടെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഇട്ടപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് തീ ഓഫാക്കിക്കാണ്ട് അതിൻ്റെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതാണ് കേട്ടോ മോന് ഞാനിന്ന് കൂട്ടാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത് സ്കൂൾക്ക്. അത് കിഴങ്ങ് പിന്നെ അതുപോലെ കാശ്മീരി പൗഡർ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ മുളക് അധികം യൂസ് ചെയ്തൊന്നും ഓന് കഴിക്കൂല കേട്ടോ. അധികം എരിവുള്ള സാധനങ്ങളൊന്നും ഓന് ഇഷ്ടമല്ല. അപ്പോൾ തന്നെ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ട് കേട്ടോ. ലാസ്റ്റത്തെ ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അതും കൂടി മാറ്റി വെച്ചിട്ട് അവൻ്റെ കിഴങ്ങൊക്കെ പൊരിക്കാനുള്ളത് റെഡിയാക്കാം. ഈശുട്ടന് പിന്നെ രാവിലത്തെ ഫുഡിൽ കറികളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവന് അധികം ഇഷ്ടം പഞ്ചസാര ഇടാനാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടമല്ല കേട്ടോ. കാരണം പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കാതെ പോകുന്ന എഴുതിയിട്ട് പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അവന് രാവിലെ ഏത് കറികൾ ഉണ്ടാക്കിയാലും അവന് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പൊതുവേ എരിവും പുളിവൊന്നും ഇഷ്ടമില്ലാത്തൊരു ടൈപ്പ് പെട്ടതാണ് കേട്ടോ അവന്. അപ്പോൾ ഞാൻ കറി നേരത്തെ തന്നെ ചായക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ ഞാൻ കറി വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കറിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അത് തൂമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഈ കറിയിൽ ഞാൻ വെറും മഞ്ഞളും ഉപ്പും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മുളകൊക്കെ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ കറി തൂമിക്കാൻ കുറച്ച് കറിവേപ്പില വേണ്ട. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇതാണ് കേട്ടോ എൻ്റെ കറിവേപ്പിൻ്റെ മരം. അപ്പോൾ ഞാൻ ചെറിയൊരു മരമായപ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വലിയ മരങ്ങളൊക്കെ ആയിട്ടോ. പിന്നെ ഇതിൻ്റെ മുളകാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാട്ടി തന്നിരുന്നു. ഒരു മുളക് മരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുമെല്ലാം മുളകാണ് ഇട്ടത്. അത് കറിവേപ്പിൻ്റെ ഇലയൊക്കെ അങ്ങനെ എടുത്ത് വന്നു. ഇനി വേഗം കറി തൂമിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. നമുക്ക് കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായി കഴുകുന്നുണ്ട്. കാരണം ചെറിയ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ കണ്ണപ്പെടാതെ. ഞാൻ നന്നാക്കി കഴുകിയിട്ടോ. അപ്പോൾ ആ ചട്ടിയൊക്കെ നേരം കൊണ്ട് ചൂടായി. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വെച്ചിട്ടുണ്ട് ഞാൻ ഈ കറി വറവിടാൻ പോണത്. ഈ കറി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് മഞ്ഞളും ഉപ്പും പിന്നെ അതുപോലെ തന്നെ മുളക് ഇട്ടുകയാണ് ഇങ്ങനെ ഇതേപോലെ നൂലപ്പത്തേക്ക് ദോശ പുട്ടുക്കൊക്കെ ഞാൻ ഈ കറി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. മോന് ഇഷ്ടമല്ല, മോള് പിന്നെ കഴിക്കൂട്ടോ. അപ്പോൾ അത് ചട്ടിയൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചതായിക്കിടാം കേട്ടോ. അപ്പോൾ ഇനി എന്തൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കറിക്ക് ഒഴിച്ച് കൊടുക്കാം. എനിക്കിങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളി ഇതുപോലെ തന്നെ തൂമിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഉള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് തോന്നിടാനാണ് കേട്ടോ ഇഷ്ടം. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയായാലും അത് കറിക്കൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒഴിച്ച് കറി ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പോൾ എന്താ നമ്മളെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിഞ്ഞ് പോയിട്ടുണ്ട്. ബാക്കിയും കൂടി വേഗം ഊറ്റിയെടുത്തിട്ട് മോനെ പോയി വിളിച്ചുകൊണ്ടാണ് കേട്ടോ. അവന് ചായ കൊടുക്കുന്നത് റിസ്ക്കില്ല പണിയാണ്. അപ്പോൾ വേഗം അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്
എഴുന്നേൽപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറിയൊക്കെ ഒഴിക്കുക കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറിയൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രേവി പോലെയാവും കേട്ടോ. അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കുറുകിയ കറി മാതിരിയാവും കേട്ടോ. ഇതൊക്കെ ആ ചട്ടിയിൽ ബാക്കിയുള്ള ഉള്ളിൽ കൂടി നമ്മളത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ നൂൽപുട്ടിക്കുള്ള കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നുള്ളത് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ള പണിയെന്ന് വെച്ചാൽ വേഗം അവൻ്റെ ഉരുളങ്കിഴങ്ങ് മുറിച്ച് വെച്ചത് ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി ഞാൻ കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയാണ് കേട്ടോ. മീനായാലും ചിക്കനായാലും പിന്നെ അതുപോലെ ബീഫൊക്കെ ഫ്രൈ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അതാണ് അതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വേറെ ചട്ടികളൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എല്ലാ ചട്ടിയത്തെയും കൂടിയും അതിൻ്റെ ഗ്രിപ്പ് പോകുന്ന എഴുതിയിട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഒരു ചട്ടി മാത്രമേ ഞാൻ അതിന് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കേങ്ങായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതോടെ സിമ്മിലായി കിടക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ മോനൊക്കെ വിളിച്ചുണർത്തിട്ട് കേട്ടോ. സമയം 8 മണിയായി തുടങ്ങി കേട്ടോ. 9:30 9:45 അവൻ്റെ ബസ് വരും. അപ്പോൾ അത് അവനെയാണ് എണീപ്പിച്ചത് കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതൊക്കെ തട്ടിക്കൊടുത്തിട്ട് ബാക്കി അവൻ്റെ പാത്രത്തിലാക്കി കൊടുക്കട്ടോ. പിന്നെ അതാ ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കറിവേപ്പിൻ്റെ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എപ്പോഴും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഓടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ വല്ലാതെ വാടും കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. എങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൽ. കുറച്ച് തോനെ അധികമൊക്കെ പറിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കവറിലാക്കി വെക്കലാണ് ചെയ്യൽ. അപ്പോൾ അത് കുറച്ചാണ് ഞാൻ കപ്പിൽ വെച്ചെടുത്തേക്കാണേ. പിന്നെ അതാ കഴുകാനുള്ള പാത്രങ്ങൾ കുറച്ചുണ്ട്. മോനവിടെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനോട് ഞാൻ അതൊക്കെ വേഗം ചെയ്തുകൂടെ, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകട്ടെ കേട്ടോ. പിന്നെ ഓനെ സ്കൂൾ കൊണ്ടാക്കി വന്നാൽ പിന്നെ പാത്രങ്ങൾ കഴുകാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വേഗം വേറെയുള്ള ജോലിയൊക്കെ ചെയ്യലാണ് കേട്ടോ. കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ വേഗം ഞാൻ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി വെക്കും കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചാലും അധികം തോന്നുണ്ടാവണ ജോലി അറിയണത് നമുക്ക് പാത്രം മോറലാണല്ലേ. അത് എടുക്കണത് അപ്പം തന്നെ കഴുകി വെച്ചാൽ ഇത്ര വരില്ല കേട്ടോ. ഞാൻ എന്ത് ജോലിക്കും പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അപ്പം തന്നെ ഞാൻ ആ പാത്രങ്ങൾ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴുകി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വല്ലാതെ പാത്രങ്ങൾ പരന്ന് കിടക്കൂല കേട്ടോ. പാത്രം കഴുകണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് നമ്മുടെ കേങ്ങ് പൊരിക്കണതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഞാൻ കൈയൊക്കെ കഴുകി പോകുന്നത്. അപ്പോൾ അത് ഏകദേശം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ, ഒരു വട്ടപാത്രത്തിൽ ഇങ്ങനെ കമത്തി വെക്കാറാണ് ചെയ്യൽ. വെള്ളമൊക്കെ ഒഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഞാൻ തട്ടിലെടുത്തുകൊണ്ട് ഇങ്ങനെ കൗത്തി വെക്കാറാണ് കേട്ടോ. അപ്പോൾ അത് ഉരച്ചുകാണ്ടൊക്കെ വേഗം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം എടുത്തുകൊണ്ട് കഴുകുകയാണ് കേട്ടോ ചെയ്യണത്. സിങ്കിൽ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഞാൻ കഴുകൽ. ആദ്യം എൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ സിങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് ഉരച്ച് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ക്ലീൻ ആക്കുകയാണ് ചെയ്യൽ. ഇതാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. എല്ലാവർക്കും അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇത് ശരിക്കും കഴിക്കണം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് പണി ഉണ്ടാവും. കാരണം നമ്മൾ ഉപയോഗിച്ച മാവ് ഇതിൽ ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ അതിങ്ങനെ ശരിക്കും ക്ലീൻ ആക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ എടുക്കുന്ന സമയത്ത് അത് ആകെ ഒരു ഒട്ടിപ്പിടിച്ച മാതിരി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം വേഗം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അത് വേഗം കുതിർന്ന് പോരും കേട്ടോ, അതിമെല്ലാം മാവൊക്കെ. അപ്പോൾ നിഷുട്ടൻ്റെ മുഖം കേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പല്ലേക്കലൊക്കെ കഴിഞ്ഞ ആളവിടെ ടേബിൾ മേരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി ചായ പറഞ്ഞപ്പോൾ ഞാൻ ചായയൊക്കെ വേഗം എടുത്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം, അമ്മച്ചി പോയിക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ബാക്കി പാത്രം കൂടി കഴുകി വെക്കട്ടെ, നീ തന്നെ കഴിച്ചോ പറഞ്ഞാണ് ഞാനൊക്കെ എടുത്ത് വെച്ചെടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം ഓൻ്റെ സ്കൂൾക്കില്ലേ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. അപ്പോൾ അവന് സ്കൂൾക്കിലെ പാത്രങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ അവൻ്റെ ചോറ് കൊണ്ടുപോകുന്ന പാത്രം, പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഇതൊക്കെയുണ്ട്. ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ജോലികളൊക്കെ അവനെ കൊണ്ടുവിട്ടിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.